2026 മാർച്ച് ഇന്ത്യക്കാര് ഒറ്റ മാസം കൊണ്ട് SIP വഴി മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇട്ടത് 32,087 കോടി രൂപ. അതുവരെയുള്ള ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ SIP മാസങ്ങളിൽ ഒന്ന്. പക്ഷേ അതേ മാർച്ചിൽ തന്നെ വേറെ ഒരു കാര്യം കൂടി നടന്നു. ആ മാസം പുതിയതായിട്ട് തുടങ്ങിയ SIP-കളെക്കാൾ കൂടുതൽ SIP-കൾ അവസാനിച്ചു. SIP-കളുടെ എണ്ണം ഏപ്രിലും ഇതേ കാര്യം തന്നെയാണ് സംഭവിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് എല്ലാവർക്കും SIP തുടങ്ങാൻ 10 മിനിറ്റ് മതി, ഫോണിൽ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യാം. പക്ഷേ ഒരു SIP എക്സിറ്റ് ചെയ്യാൻ 10 സെക്കൻഡ്. അപ്പൊ ചുരുക്കി പറഞ്ഞ SIP തുടങ്ങുന്നത് എങ്ങനെ എന്നുള്ള വീഡിയോ മാത്രം കണ്ടിട്ട് ഒരു കാര്യമില്ല. നമ്മളെ എക്സിറ്റ് ചെയ്യിപ്പിക്കുന്ന ആ 10 സെക്കൻഡ് എങ്ങനെ ഉണ്ടായി എന്നും പഠിക്കണം. അതല്ലെങ്കിൽ ഈ SIP ചെയ്യുന്നത് കൊണ്ടൊന്നും മിക്ക ആളുകളും പൈസ ഉണ്ടാക്കാൻ പോകുന്നില്ല. അപ്പോൾ എല്ലാം കവർ ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും, മുഴുവനായും കാണുക. അപ്പോൾ നിങ്ങൾ ഈ ചാനലിലോട്ട് ആദ്യമായിട്ടാണ് വരുന്നത് എങ്കിൽ വെൽക്കം ഹോം. നമ്മളെ പോലെയുള്ള സാധാരണ ആളുകളുടെ ഫിനാൻസും ലൈഫും ഒക്കെ ബെറ്റർ ആക്കുന്ന തരത്തിലുള്ള വീഡിയോസ് ആണ് ഇവിടെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. യൂട്യൂബിലുള്ള ലക്ഷക്കണക്കിന് വീഡിയോസിനിടയിൽ എന്നെ ഇനിയും നിങ്ങൾക്ക് മിസ്സായി പോവാതിരിക്കാനായിട്ട് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ ആദ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം പെട്ടെന്ന്. SIP എന്ന് വെച്ചാൽ എന്താണ്? സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. ഇതൊരു ഫണ്ടല്ല, ഒരു രീതി മാത്രമാണ്. എല്ലാ മാസവും ഒരു നിശ്ചിത തുക ഒരു നിശ്ചിത തീയതിയിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും ഓട്ടോമാറ്റിക് ആയിട്ട് പോകുന്നു. ആ പണം കൊണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന സാധനത്തിന്റെ യൂണിറ്റ്സ് വാങ്ങിക്കുന്നു. മ്യൂച്വൽ ഫണ്ട് ആണ് എങ്കിൽ ഒരു യൂണിറ്റിന്റെ വില NAV എന്നാണ് പറയുന്നത്, നെറ്റ് അസറ്റ് വാല്യൂ. ഷെയറിന് പ്രൈസ് എന്ന് പറയുന്നത് പോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുകൾക്ക് NAV. അപ്പൊ നമ്മളുടെ തുക ഫിക്സ്ഡ് ആണ്. ഇപ്പോൾ 5,000 രൂപയായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു മാസം വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ NAV എല്ലാ മാസവും എല്ലാ ദിവസവും മാറിക്കൊണ്ടിരിക്കും. നമ്മൾ വാങ്ങുന്ന ദിവസം NAVക്ക് 100 രൂപയാണ് എങ്കിൽ 5,000 രൂപ കൊണ്ട് നമുക്ക് 50 യൂണിറ്റുകൾ വാങ്ങിക്കാം. ഇനി NAV 60 ആയിട്ട് ഇടിഞ്ഞാൽ അതേ 5,000 രൂപ കൊണ്ട് നമുക്ക് 83 യൂണിറ്റ്സ് വാങ്ങിക്കാം. അതിന്റെ അർത്ഥം എന്താണ്? NAVയുടെ വില കുറയുന്നതനുസരിച്ച് നമുക്ക് കൂടുതൽ യൂണിറ്റ്സ് കിട്ടുന്നു എന്നതാണ് അതിന്റെ അർത്ഥം. അങ്ങനെ NAV കുറയുന്ന സമയവും നമ്മൾ വാങ്ങിച്ച് പൊക്കൊണ്ടേയിരിക്കുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് റുപ്പി കോസ്റ്റ് ആവറേജിങ് എന്ന് പറയുന്നത്. അതായത് ചില സമയങ്ങളിൽ നമ്മൾ വലിയ വില കൊടുത്താണ് നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ട് വാങ്ങുന്നത് എങ്കിൽ പോലും ഇതിന്റെ മുന്നോട്ടുള്ള പല ഫ്ലക്ച്വേഷൻസ്, അതായത് പ്രൈസ് താഴോട്ടും മുകളിലോട്ടും ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഒരു ആവറേജ് കോസ്റ്റിലായിരിക്കും ഈ മ്യൂച്വൽ ഫണ്ടുകളെല്ലാം വാങ്ങിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതേപോലെ SIP ആയിട്ട് വാങ്ങിച്ചാൽ നമ്മുടെ റിസ്ക് കുറയും എന്ന് നമ്മൾ പല സ്ഥലത്തും കേട്ടിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മിക്ക ആളുകളും ഇത് എവിടെയെങ്കിലും ഒക്കെ വെച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ആ വാചകത്തിലെ ഒരു വാക്ക് നമ്മൾ പലപ്പോഴും വിട്ടുപോകാറുണ്ട്. നമ്മുടെ മാർക്കറ്റ് ഇടിയുന്ന സമയത്തും നമ്മൾ പണം ഇട്ടുകൊണ്ടേയിരിക്കണം. അതായത് ഈ SIP കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ ഈ റുപ്പി കോസ്റ്റ് ആവറേജ് വർക്ക് ചെയ്യുള്ളൂ. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് നന്നായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം എന്താണ്? നല്ല വാർത്തയാണ് നമ്മൾ ന്യൂസിൽ കേൾക്കുന്നത്. പക്ഷേ അവിടെ നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കാൻ കിട്ടുന്നത് വലിയ NAV വാല്യൂവിനാണ്. പെട്ടെന്ന് സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞു എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മുടെ ആ മ്യൂച്വൽ ഫണ്ടിനും ചിലപ്പോൾ ഇടിവ് സംഭവിച്ചേക്കാം. വാർത്ത നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ നമ്മുടെ SIP സ്റ്റോപ്പ് ചെയ്യും. പക്ഷേ ആ ഇടിവ് വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ SIP നിർത്തിയാൽ ആവറേജിങ് എന്ന പരിപാടി അവിടെ നടക്കാനേ പോകുന്നില്ല. നമ്മൾ എപ്പോഴും വാങ്ങിക്കുന്നത് ഹൈ പ്രൈസിൽ മാത്രമായിരിക്കും. ഞാനൊരു കണക്ക് പറയാം. ഇമാജിനറി കണക്കാണ്, ഒരു ഫണ്ടിന്റെയും യഥാർത്ഥ ഡേറ്റ ഒന്നും അല്ല. നമ്പറുകൾ പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് റൗണ്ട് ഓഫ് ചെയ്ത നമ്പേഴ്സ് നമുക്ക് എടുക്കാം. 3 ആളുകൾ ഒരേ ദിവസം ഒരേ ഫണ്ട് മാസം 5,000 രൂപ വീതം അവർ ഇൻവെസ്റ്റിംഗ് SIPയിൽ തുടങ്ങുന്നു. ആദ്യത്തെ 18 മാസം NAVയുടെ ആവറേജ് 100 ആണ് എന്ന് വെക്കുക. NAV എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ എളുപ്പത്തിന് വേണ്ടിയിട്ട് NAV ആവറേജ് 100 ആണ് എന്ന് കരുതുക. 3 പേരും ഇട്ടത് എത്ര രൂപയാണ്? 18 മാസം കൊണ്ട് 90,000 രൂപ. 3 പേർക്കും കിട്ടിയത് 900, അതായത് 900 യൂണിറ്റ്സ്. ഇതിനുശേഷം മാർക്കറ്റ് താഴേക്ക് ഇടിയുന്നു, NAV 70ലേക്ക് എത്തുന്നു. ഓരോരുത്തരും അവരുടെ ഫോണിൽ അവരുടെ അക്കൗണ്ട് തുറന്ന് നോക്കുന്ന സമയത്ത് ഈ 900 രൂപ ഇട്ടിട്ട് ഇപ്പൊ നോക്കുമ്പോൾ 63,000 രൂപയേ ഉള്ളൂ. സ്റ്റോക്ക് മാർക്കറ്റ് വല്ലാതെ ഇടിഞ്ഞു നിൽക്കുകയാണ്. ആദ്യത്തെ ആൾ അപ്പം തന്നെ തീരുമാനിക്കുന്നു, ഞാൻ SIP നിർത്തുകയാണ്, മതി, ഇത് നമുക്ക് പറ്റുന്ന പണിയല്ല എന്ന്. രണ്ടാമത്തെ ആൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, വലിയ ധീരമായിട്ടുള്ള തീരുമാനമൊന്നും എടുത്തില്ല. ഓട്ടോ ഡെബിറ്റ് ഓൺ ആക്കി വെച്ചിരിക്കുകയാണ്, അത് അങ്ങനെ തന്നെ അങ്ങ് പോട്ടെ എന്ന് വെക്കുന്നു. അതിൽ കയറി പോസ് ആക്കാനോ ക്യാൻസൽ ചെയ്യാനോ ഒന്നും നിന്നില്ല, അങ്ങനെ തന്നെ അങ്ങ് പോട്ടെ എന്ന് വെച്ചു. മൂന്നാമത്തെ ആൾ ചെയ്തത് എന്താണ്? 5,000 രൂപ എന്നുള്ള തുക മാറ്റി അത് 10,000 രൂപയായിട്ട് കൂട്ടുന്നു. ഇങ്ങനെ അടുത്ത 12 മാസം പോയപ്പോൾ NAVയുടെ ആവറേജ് 75 രൂപയാണ് എന്നൊന്ന് കരുതുക. 2.5 വർഷം കഴിഞ്ഞ് NAV തിരിച്ച് 100ലേക്ക് എത്തുന്നു. അതായത് നമ്മൾ ആദ്യം വാങ്ങിച്ചു തുടങ്ങിയപ്പോൾ ഉള്ള അതേ 100ലേക്ക് എത്തുന്നു. ആദ്യത്തെ ആളുടെ കയ്യിൽ ഇപ്പൊ എത്ര യൂണിറ്റ്സ് ഉണ്ട്? 900 യൂണിറ്റ്. കാരണം
അന്ന് ഇടിഞ്ഞ സമയത്ത് പുള്ളി നിർത്തിയതാണ്. 90,000 രൂപയാണ് പുള്ളി ഇൻവെസ്റ്റ് ചെയ്തത്. ഇപ്പോഴും പുള്ളിയുടെ കയ്യിൽ 90,000 രൂപ ഉണ്ടാവും. നേട്ടം 0. രണ്ടാമത്തെ ആളിന്റെ കയ്യിൽ 1700 യൂണിറ്റ്സുകൾ ഉണ്ടായിരിക്കും. 1,70,000 രൂപയായിരിക്കും അവരുടെ പോർട്ട്ഫോളിയോയുടെ വാല്യൂ. ഇട്ടത് 1.5 ലക്ഷം രൂപ, നേട്ടം 20,000 രൂപ. ഇനി മൂന്നാമത്തെ ആളുടെ കയ്യിൽ 2,500 യൂണിറ്റ്സ് കാണും. അതായത് ഇപ്പോഴത്തെ വില അനുസരിച്ച് 2.5 ലക്ഷം രൂപ. ഇട്ടത് 2,10,000 രൂപ, നേട്ടം 40,000 രൂപ. ഒരേ ഫണ്ട്, ഒരേ ദിവസം തുടങ്ങിയത്, ഒരേ മാർക്കറ്റ്. ഒരാൾ 18 മാസമായപ്പോൾ നിർത്തി, അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. നമ്മൾ എല്ലാ ആളുകളും മൂന്നാമത്തെ ആളെ പോലെ ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല. അത് ചെയ്യാൻ സാധിക്കില്ല. ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ ചെയ്യുക. കാരണം മാർക്കറ്റ് ഇടിയുന്ന സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എമൗണ്ട് കൂട്ടണം എങ്കിൽ നമ്മുടെ കയ്യിൽ പണം വേണം, ഇതിനെപ്പറ്റിയുള്ള ഒരു അവയർനെസ് വേണം, ധൈര്യം വേണം. അങ്ങനെ ചെയ്യണം എന്ന് നിർബന്ധമില്ല. രണ്ടാമത്തെ ആളായാലും മതി. ഇതിനെപ്പറ്റി ഒന്നും വറി ചെയ്യാതെ SIP കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇനി ഒരു കാര്യം കൂടെ പറയണം. നമ്മളിപ്പോൾ അസ്യൂം ചെയ്തത് ഈ NAV തിരിച്ച് 100ലേക്ക് വരും എന്നാണ്. ചിലപ്പോൾ NAV 100 കടന്ന് 150ലേക്കോ 200ലേക്കോ ഒക്കെ പോയി എന്നും വരാം. അതേപോലെ തന്നെ ഈ NAV തിരിച്ച് കയറിയില്ല എന്നും വരാം. അതിനുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഒരു ഗ്യാരണ്ടി അല്ല എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഒരു നല്ല ഫണ്ടാണ് എങ്കിൽ തിരികെ വരാനുള്ള ചാൻസസ് ആണ് കൂടുതൽ എന്നാണ് ഇതുവരെയുള്ള കണക്കുകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതുവരെയുള്ള കണക്കുകൾ മുന്നോട്ട് സംഭവിക്കാൻ പോകുന്നതിന്റെ പ്രൂഫ് ഒന്നും അല്ല, പക്ഷെ അങ്ങനെയാണ് ഇതുവരെയുള്ള കണക്കുകൾ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞത് ഒരു ഇമാജിനറി സ്റ്റോറിയാണ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. പക്ഷേ ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള സത്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ മുഴുവൻ കഴിഞ്ഞ 6-7 മാസത്തിനുള്ളിൽ ആളുകൾ ചെയ്തത് ഇതൊക്കെ തന്നെയാണ്. ഞാൻ ഡേറ്റ് വെച്ച് കൃത്യമായിട്ട് പറയാം. ഫെബ്രുവരി 20 മാർക്കറ്റ് ഇടിഞ്ഞു തുടങ്ങിയ സമയം, ഇറാനുമായിട്ടുള്ള യുദ്ധം, സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് അടച്ചു, ക്രൂഡ് ഓയിലിന്റെ വില മേളിലോട്ട് പോയി. മാർച്ച് 23 ആയപ്പോഴത്തേക്ക് സെൻസെക്സും നിഫ്റ്റിയും ഏകദേശം 12% താഴോട്ട് പോയത്. കോവിഡിന് ശേഷമുള്ള ഏറ്റവും വലിയ ഇടിവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ആ മാർച്ചിലും ഏപ്രിലും ആണ് തുടങ്ങിയതിനേക്കാൾ കൂടുതൽ SIPകൾ ആളുകൾ നിർത്തിയിട്ട് പോയത്. എന്നിട്ട് ഏപ്രിൽ മാസം മാർക്കറ്റ് അതേപോലെ തിരിച്ചു കയറുകയും ചെയ്തു. മാർച്ചിൽ ഏറ്റവും കൂടുതൽ ഇടിഞ്ഞ സെക്ടറുകൾ തന്നെ ഏപ്രിൽ ഏറ്റവും മുന്നിൽ നിൽക്കുകയും ചെയ്തു. ജൂൺ ആയപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? SIP നിർത്തിയവരുടെ എണ്ണം 6 മാസത്തിനിടയിൽ ഏറ്റവും കുറഞ്ഞ നിലയിലെത്തി. ആളുകൾ തിരിച്ചു വന്നു. അതായത് വില താഴ്ന്നപ്പോൾ ആളുകൾ ഇറങ്ങിപ്പോവുകയും വില കയറിയപ്പോൾ ആളുകൾ തിരിച്ചു വരികയും ചെയ്തു. ഇത് ഒരാളുടെ കഥയല്ല ഞാൻ പറയുന്നത്, ലക്ഷക്കണക്കിന് അക്കൗണ്ടുകളിലെ കണക്കാണ്. ആംഫി തന്നെ പുറത്തു വിട്ടിട്ടുള്ള കണക്കാണ്. നമ്മൾ തൊട്ടു മുമ്പത്തെ ഇമാജിനറി സ്റ്റോറിയിൽ എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞോ അത് തന്നെയാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്നത് എന്ന് വ്യക്തം. ഇനി നമുക്ക് നമ്മുടെ നാട്ടിലോട്ട് വരാം. ഇന്ത്യയിലെ മൊത്തം മ്യൂച്വൽ ഫണ്ടിന്റെ ആസ്തി 82 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിലാണ്. അതിൽ 40% ഒരൊറ്റ സംസ്ഥാനത്തിൻ്റെതാണ്, മഹാരാഷ്ട്ര എന്ന് പറയുന്ന ഒരൊറ്റ സംസ്ഥാനം. 5 സംസ്ഥാനങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ 2/3 ഭാഗവും അവരാണ്. കേരളം ആ 5-ലില്ല. ഒരു സംസ്ഥാനത്തിന്റെ മ്യൂച്വൽ ഫണ്ടിന്റെ അസറ്റ്, ടോട്ടൽ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന മ്യൂച്വൽ ഫണ്ടിലെ അസറ്റ് ആ സംസ്ഥാനത്തിന്റെ GDPയുമായിട്ട് താരതമ്യം ചെയ്യുന്ന ഒരു ലിസ്റ്റ് ആംഫി എല്ലാ വർഷവും ഇറക്കാറുണ്ട്. ആദ്യത്തെ 10ൽ ജാർഖണ്ഡ് ഉണ്ട്, കേരളം ഇല്ല. സാക്ഷരത, പെർ ക്യാപിറ്റ ഇൻകം, ഓരോ ജംഗ്ഷനിലും ഒരു ബാങ്ക്, ഇതെല്ലാം ഉണ്ടായിട്ടും ആ ലിസ്റ്റിൽ ജാർഖണ്ഡ് ഉണ്ട്, നമ്മൾ കേരളം ഇല്ല. അപ്പോൾ ഇത് ഡിസിപ്ലിൻ ഇല്ലാത്തത് കൊണ്ടൊന്നുമല്ല. ഇതാണ് ഇതിൽ ഏറ്റവും വലിയ തമാശ. KSFE പോലെയുള്ള സർക്കാർ ചിട്ടി കമ്പനികളെ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം അവരുടെ ബിസിനസ് ടേൺ ഓവർ 1 ലക്ഷം കോടി കടന്നു. 4 കൊല്ലം കൊണ്ട് 50,000 കോടിയിൽ നിന്ന് ഇരട്ടിയായിട്ട് മാറി. ഒരു ശരാശരി മലയാളികളുടെ വീട്ടിൽ എന്താണ് നടക്കുന്നത്? 2 ചിട്ടി, LIC പ്രീമിയം, ഓണത്തിന് ചിലപ്പോൾ കുറച്ച് സ്വർണം വാങ്ങിക്കും, റെക്കറിംഗ് ഡെപ്പോസിറ്റ് കാണും. നമ്മൾ മലയാളികൾ 50 കൊല്ലമായിട്ട് SIP ചെയ്യുന്നുണ്ട്. പക്ഷേ ആ SIP ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലല്ല എന്ന് മാത്രം. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരം എൻ്റെ ഇല്ല. നമ്മൾ കുറേ വർഷങ്ങളായിട്ട് വിശ്വസിച്ചിരുന്ന കാര്യത്തിൽ തന്നെ ഇപ്പോഴും മുറുകെ പിടിക്കാൻ ശ്രമിക്കുന്നു എന്നതായിരിക്കും അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതൊന്നും ചെയ്യണ്ട, ഇത് മാത്രം ചെയ്താൽ മതി എന്നല്ല, ഇതും കൂടി വേണം എന്ന് മാത്രമാണ് ഇവിടെ പറയാൻ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം നിങ്ങൾ ഇന്ന് ഒരു SIP തുടങ്ങുന്നുണ്ട് എന്ന് വെക്കുക. അത് നിന്നു പോകാൻ, അതല്ലെങ്കിൽ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യാനുള്ള സാധ്യത, അതിൻ്റെ ഒരു കാരണം മിക്കപ്പോഴും മാർക്കറ്റ് ക്രാഷ് അല്ല, പണം തികയാതെ വരുന്നതാണ്. ചിലപ്പോൾ ഒരു ഹോസ്പിറ്റൽ ബില്ല് വരുന്നതായിരിക്കാം, അതല്ലെങ്കിൽ കല്യാണം വരുന്നതായിരിക്കാം, വീട്ടിൽ ഏതെങ്കിലും ഒരു അത്യാവശ്യമായിരിക്കാം. അപ്പോൾ ഉടനെ എടുക്കാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന SIP ആയിരിക്കും. ഒരു കുറ്റബോധം തോന്നാതെ പെട്ടെന്ന് നമ്മൾ അത് നിർത്തും, ആ പണം ഇങ്ങ് എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പറയുന്നത് ഒരു SIP സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ 6 മാസത്തെ ചെലവിനുള്ള പൈസ നമ്മൾ ഒരു എമർജൻസി ഫണ്ടായിട്ട് എവിടെയെങ്കിലും മാറ്റിയിടണം. ഒരു ലിക്വിഡ് ഫണ്ടിലോ FDയിലോ എവിടെയെങ്കിലും മാറ്റിയിടണം എന്ന് പറയുന്നത്. ആ പണം നമ്മൾ റിട്ടേൺസ് ഉണ്ടാക്കാൻ വേണ്ടി ഇടുന്നതല്ല, അത്യാവശ്യങ്ങൾ വരുന്ന സമയത്ത് ഈ SIP വിഡ്രോ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാതിരിക്കാനായിട്ട് ഇടുന്ന പണമായിട്ട് കരുതിയാൽ മതി. പിന്നെ 2 ചെറിയ കാര്യങ്ങളുണ്ട്. തീയതി. ശമ്പളം 1-ാം
തീയതിയാണ് വരുന്നത് എങ്കിൽ SIP 2-നോ 3-നോ വെക്കുക. 28-ാം തീയതി കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ SIP മിക്കവാറും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒരു 1-2 മാസം SIP നടക്കാതെ SIP ബൗൺസ് ആയി പോയി കഴിഞ്ഞാൽ SIP തന്നെ നമ്മുടെ തലയ്ക്കകത്ത് നമ്മളൊരു ബുദ്ധിമുട്ടായിട്ട് രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് നമ്മളത് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും. ഇനി രണ്ടാമത്തത് എമൗണ്ട്. SIP തുടങ്ങുന്ന സമയത്ത് ഒരു ചോദ്യം സ്വയം ചോദിക്കുക. ഒരു വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പണം 20% ഇടിഞ്ഞു നിൽക്കുന്നതായിട്ട് നമ്മൾ കണ്ടാൽ നമ്മളിത് കണ്ടിന്യൂ ചെയ്യുമോ? ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പ്ലാൻ ചെയ്തതിനേക്കാളും കുറച്ച് എമൗണ്ട് കുറച്ചിടുക. 2000 രൂപ കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് അത് കൺസിസ്റ്റന്റ് ആയിട്ട് പോകുന്നതാണ് 7000 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നിർത്തി ആവശ്യമില്ലാതെ സ്റ്റോപ്പ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ 10 സെക്കൻഡ്, അതായത് നമ്മൾ എല്ലാവരും എക്സിറ്റ് ചെയ്തു പോകുന്ന ആ 10 സെക്കൻഡിനെ പറ്റി സംസാരിക്കാം. 2020 മാർച്ച് ഓർമ്മയുണ്ടല്ലോ, ലോക്ക്ഡൗൺ. കടകളെല്ലാം അടച്ചു, ജോലി ഉണ്ടാവുമെന്ന് പോലും ഉറപ്പില്ലാത്തൊരു സമയം. നിഫ്റ്റി ജനുവരിയിൽ 12,430 ആയിരുന്നു. മാർച്ച് 23-ന് 7,511. അതായത് 45 ട്രേഡിംഗ് ഡേയ്സ് കൊണ്ട് 38% ഇടിഞ്ഞു. ആ മാർച്ചിൽ SIP മുടക്കാതെ ഇട്ട ഒരാളെ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കൂ. അയാൾ അന്ന് ചെയ്യുന്നത് ഒരു വലിയ സംഭവമായ കാര്യമൊന്നുമല്ല. അക്കൗണ്ട് തുറന്നു പോലും നോക്കാൻ തോന്നിയിട്ടുണ്ടാവില്ല, അത്രത്തോളം പണം ഇടിഞ്ഞു നിൽക്കുകയായിരിക്കും. വീട്ടിൽ പല ആളുകളും അയാളോട് ചോദിച്ചിട്ടുണ്ടായിരിക്കും ആ പണം അവിടെ കിടന്ന് 0 ആയി പോകും, അതിനു മുമ്പ് പിൻവലിക്കുക എന്നൊക്കെ. അതല്ലെങ്കിൽ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ പിന്നീട് എന്താണ് സംഭവിച്ചത്? ജനുവരി 2021 ആയപ്പോഴേക്കും നിഫ്റ്റി അതിന്റെ പഴയ നിലയിലേക്ക് തിരിച്ചെത്തി. വെറും 12 മാസം. പക്ഷേ അയാൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ആ മാർച്ചിൽ അയാളുടെ ലൈഫിൽ വാങ്ങിച്ചതിനേക്കാളും ഏറ്റവും വിലക്കുറവിലാണ് മ്യൂച്വൽ ഫണ്ട് അയാൾക്ക് വാങ്ങിക്കാൻ സാധിച്ചത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഏറ്റവും വിഷമത്തോടു കൂടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ മാസങ്ങളിലാണ് ഏറ്റവും വിലക്കുറവിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ട് കിട്ടുന്നത്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് ഇടിയുന്ന സമയത്ത് തന്നെയായിരിക്കും നിങ്ങൾ സന്തോഷത്തോടു കൂടി ഇൻവെസ്റ്റ് ചെയ്യാനും തുടങ്ങുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടെ പറയാം, ഈ മാർക്കറ്റ് എപ്പോഴും 12 മാസം കൊണ്ട് തിരിച്ചു കയറും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ വർഷങ്ങൾ എടുത്തേക്കാം. അപ്പോൾ ചോദ്യം ഇതാണ്, ഇടിയുന്ന ഒരു മാസം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതിനുള്ള തയ്യാറെടുപ്പ്, മാനസികമായിട്ടുള്ള പ്രിപ്പറേഷൻ ചെയ്തിട്ട് നിങ്ങൾ SIP സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇനി എങ്ങനെ SIP തുടങ്ങും? ഇന്ന് രാത്രി തന്നെ, അതല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയം തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. KYC ചെയ്യണം, കയ്യിൽ പാൻ കാർഡും ആധാർ കാർഡും വേണം. ചില ബ്രോക്കേഴ്സ് ക്യാൻസൽഡ് ചെക്ക് ചോദിക്കും, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ചോദിക്കും, ചിലപ്പോൾ ഒരു വീഡിയോ കോളും സെൽഫിയും ഒക്കെ കാണും. അത്ര മാത്രം ചെയ്താൽ മതി. ജീവിതത്തിൽ ഒരു തവണ മാത്രം ചെയ്യേണ്ട കാര്യം. 20 മിനിറ്റ് എടുക്കും. ഇഷ്ടമുള്ള സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബ്രോക്കറിന്റെ പ്ലാറ്റ്ഫോമിൽ കയറി ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇനി രണ്ടാമത്തത്, ഒരു ഫണ്ട് വേണം. തുടങ്ങുന്ന ഒരാൾക്ക് ഒരൊറ്റ ഫണ്ട് മാത്രം മതിയാകും. ഏത് ഫണ്ട് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അഡ്വൈസർ അല്ല, ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് തരാനുള്ള അനുവാദവും എനിക്കില്ല. പക്ഷെ ഞാൻ ഇത്ര മാത്രം പറയാം, ആദ്യത്തെ ഫണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനമാണ് എന്നൊന്നും കരുതണ്ട. വളരെ ബ്രോഡായിട്ടുള്ള, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒന്നിൽ തുടങ്ങുക. ഡയറക്റ്റ് പ്ലാൻ നോക്കുക. കമ്മീഷൻ കുറവായതുകൊണ്ട് തന്നെ എക്സ്പെൻസ് റേഷ്യോയും കുറവായിരിക്കും. ബ്രോഡായിട്ടുള്ള പ്ലാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇൻഡെക്സ് ഫണ്ടിൽ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഇയർ തന്നെ വേണമെങ്കിൽ സ്മോൾ ക്യാപ് ഫണ്ടുകളിൽ നിന്നും ഒന്ന് മാറി നിൽക്കുക. കാരണം എന്തെങ്കിലും ഒരു തരത്തിലുള്ള മാർക്കറ്റിൽ ഇടിവുണ്ടായി കഴിഞ്ഞാൽ സ്മോൾ ക്യാപ്പിനെ അത് വല്ലാണ്ട് അഫക്റ്റ് ചെയ്യുകയും ഒരുപാട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പണം ഇടിഞ്ഞു നിൽക്കുന്നത് കാണുന്ന സമയത്ത് നമുക്ക് ഈ പരിപാടി നിർത്തിപ്പോവാനുള്ള ഒരു ടെൻഡൻസി ചിലപ്പോൾ ഉള്ളിൽ തോന്നിയേക്കാം. സ്മോൾ ക്യാപ്പുകളെല്ലാം മോശമാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. ആ ഒരു സൈക്കോളജി നമ്മളെ അഫക്റ്റ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഒരു ബിഗിനർ നിന്നു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. മൂന്നാമത്, തീയതിയും തുകയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശമ്പളം വന്ന് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ഈ പണം ആ അക്കൗണ്ടിലേക്ക് പോകുന്ന പോലെ സെറ്റപ്പ് ചെയ്യുക. ഓട്ടോ ഡെബിറ്റ് ചെയ്യുക, മാൻഡേറ്റ് സെറ്റപ്പ് ചെയ്യുക. ഇനി എമൗണ്ട്, എത്ര എമൗണ്ട് ചെയ്യണമെന്നുള്ളത് ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്കൊരു എമൗണ്ട് മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പകുതി ചെയ്യുക. അതിൽ നിന്ന് കൂട്ടാൻ എപ്പോഴും നമുക്ക് എളുപ്പമാണ്. പക്ഷേ ഇൻവെസ്റ്റ് ചെയ്ത പൈസ നമ്മൾ തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് നഷ്ടം വന്നേക്കാം. ഇനി നാലാമത്, സ്റ്റെപ്പ്. ഇപ്പോൾ ഉള്ള മിക്ക പ്ലാറ്റ്ഫോമുകളിലും ഓട്ടോ സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ പോലും ഉണ്ട്. അതായത് എല്ലാ കൊല്ലവും ഓട്ടോമാറ്റിക്കായിട്ട് SIP ഒരു നിശ്ചിത എമൗണ്ട് കൂട്ടുക. അത് താനേ കൂടും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ശമ്പളം എല്ലാ വർഷവും കൂടുന്നുണ്ട്. SIP നമ്മളിപ്പോൾ ഈ വർഷം അല്ലെങ്കിൽ ഈ മാസം സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് 2000 രൂപ ഒരു മാസം എന്നാണെങ്കിൽ അത് 2000 രൂപ എല്ലാ കൊല്ലവും അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല. അടുത്ത വർഷം ആകുമ്പോൾ ഒരു 10% ഇൻക്രിമെന്റോട് കൂടി ചെയ്യുക, 2200 രൂപ. ഇനി അഞ്ചാമത്തത്, ഇടയ്ക്കിടയ്ക്ക് ആപ്പ് എടുത്ത് അതിൽ നോക്കുന്നത് നിർത്തുക, കുറയ്ക്കുക. 3 മാസത്തിൽ ഒരിക്കൽ മാത്രം ഒന്ന് മോണിറ്റർ ചെയ്യുക, എല്ലാം ഓക്കെ ആണോ എന്ന് നോക്കുക. ദിവസവും ഈ ആപ്പ് എടുത്ത് നോക്കുന്ന ഒരാൾ ദിവസവും ഒരു തീരുമാനം എടുക്കാനുള്ള അവസരം അവർക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇത് നിർത്തണോ വേണ്ടയോ, കണ്ടിന്യൂ ചെയ്യണോ, കൂട്ടണോ കുറയ്ക്കണോ എന്നൊക്കെ. അങ്ങനെ ഒരു തീരുമാനം എല്ലാ ദിവസവും എടുക്കാനുള്ള അവസരം നമ്മൾ സ്വയം ഉണ്ടാക്കാതിരിക്കുക. 2-3 മാസം കൂടുമ്പോൾ മോണിറ്റർ ചെയ്യുന്ന ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം തുറന്നു നോക്കുക. അപ്പോൾ SIP തുടങ്ങാൻ എളുപ്പമാണ്. അത് തുടർന്ന് പോകാനും എക്സിറ്റ് ചെയ്യാതെ ഇരിക്കാനുമാണ് ബുദ്ധിമുട്ട്. അപ്പോൾ
നിങ്ങളുടെ ഇൻവെസ്റ്റിംഗ് നിർത്താതെ മുന്നോട്ട് പോവുക. ന്യൂസും വാട്സാപ്പ് ഗ്രൂപ്പ് മെസ്സേജുകളും ഒന്നും പേടിക്കാതെ, ഒന്നും കേട്ട് പിന്മാറാതെ മുന്നോട്ട് പോവുക. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടു എങ്കിൽ അടുത്ത മാസം തുടങ്ങാം എന്ന് പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ഏതെങ്കിലും ഒരു കൂട്ടുകാരനോ റിലേറ്റീവിനോ തീർച്ചയായിട്ടും വീഡിയോ അയച്ചു കൊടുക്കുക. ബേസിക് ഇൻവെസ്റ്റിങ്ങിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം എങ്കിൽ ഈ പ്ലേലിസ്റ്റിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.